ഇന്നത്തെ പുതുമയും കഴിഞ്ഞ വെള്ളിയാഴ്ച ഓതിയ പുതുമയും ഒക്കെയും പരിശുദ്ധമായ ഹജ്ജിന്റെ ബഹുമാനങ്ങൾ, ഹജ്ജിന്റെ അറഫാ ദിവസത്തിന്റെ ബഹുമാനങ്ങൾ, അതിനെ കുറിച്ചൊക്കെയുമാണ് പറഞ്ഞത്. അള്ളാഹു നമുക്ക് ജീവിതത്തിൽ ഹജ്ജ് ചെയ്യാനുള്ള ഭാഗ്യം പടച്ചവർക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ഈ കൊല്ലം ഹജ്ജിന് വേണ്ടി പോയ എല്ലാ ഹാജിമാർക്കും അള്ളാഹു പരിപൂർണ ആഫിയത്തോടെ കർമ്മങ്ങൾ ചെയ്യാനുള്ള ഭാഗ്യം പടച്ചവർക്ക് നൽകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യും. മുഅ്മിനീങ്ങളെ, ശക്തമായ മഴയാണ്. പല നാടുകളിലൊക്കെയും ഇന്ന് കർണാടകത്തിന്റെ പല ഭാഗങ്ങളിൽ പള്ളി ജുമാ ഇല്ലാത്ത ഒരു അവസ്ഥയാണ്. പള്ളി മുഴുവനും വെള്ളം തുടങ്ങിയിട്ട് വലിയ പ്രയാസം. അന്നൊക്കെ നമ്മൾ പറയുന്നില്ല, നമ്മുടെ ചന്തിന്റെ അടിക്ക് വെള്ളം വരുമ്പോ നമുക്കറിയില്ല, നമുക്ക് ഇത്ര വന്നിട്ട് എന്ത് കാര്യമല്ല. ഇന്ന് നമ്മൾ നോക്കിയ ശ്രദ്ധിച്ചു, ജുമാ കഴിഞ്ഞ പാട്ട് കുറെ ആൾ ഏടക്ക് പോകും. ഏടക്ക് ആവശ്യമുള്ള കച്ചവടക്കാരാണ് അങ്ങനെയാണെങ്കിൽ പറയാം. ആവശ്യം ചെറിയ ചെറിയ മക്കളൊക്കെ അതെല്ലാം നോക്കിയിട്ട് വലിയാളിങ്ങനെ വായി തുറന്നിട്ടിരിക്കുക. മക്കൾ പോകുമ്പോ ഒന്ന് പൊടിച്ചിരുത്തിയോ ഞമ്മന്റെ ഇവിടുന്നെങ്കിൽ പറയാം. നമുക്ക് പിന്നെ എന്ത് തണ്ടേടുള്ളൂ. ഇമ്പത്ത് പറഞ്ഞിരുന്നത് അത് നഷ്ടപ്പെട്ടതാണ്. ഇത് എല്ലാ പ്രശ്നത്തിന്റെ കാര്യം. ഏതെങ്കിലും മംഗളത്തിന്റെ സദസ്സെടുത്ത് നോക്കി ഭയം തോന്നിക്കാൻ വന്നിട്ടുണ്ട്. അതിന്റെ കാരണം കൊലക്കാരിൽ ഉള്ള ആളുകൾക്ക് നട്ടലില്ലാതെ ഉള്ള പ്രായമുള്ള ആളുകൾക്ക് നിയന്ത്രിക്കാനുള്ള ഒരു തണ്ടേടില്ല. അതാണ് ഇത് എല്ലാ പ്രശ്നത്തിന്റെ കാര്യം. എത്ര മക്കൾ ഇങ്ങനെ പോകുന്നു. മക്കൾക്കൊന്ന് വാക്യം പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ നോക്കി, ഈ മക്കളാണ് അടുത്ത കാലത്ത് പള്ളിക്ക് ജുമാ കൂടുന്നു. പള്ളി കഴിഞ്ഞിട്ട് ജുമാ കഴിഞ്ഞിട്ട് ഇക്കറുണ്ടാവും, തസ്ബീഹ് ഉണ്ടാവും, ദുആ ഉണ്ടാവും. ഈ മക്കൾ അടുത്ത കാലത്ത് നമ്മുടെ പള്ളിന്റെ പ്രസിഡന്റ് ആയിട്ട് വന്നാൽ ഇല്ല ഉണ്ടാവുക. കാരണം അത് പഠിച്ചില്ല, ചെറുപ്പത്തിൽ തന്നെ പോയി. നമ്മ പഠിപ്പിക്കുന്ന നമ്മുടെ ക്ലാസ്സിൽ പഠിക്കുന്ന മക്കളെന്നെ ഇങ്ങനെ അടിച്ചു പോകാൻ അങ്ങനെ കണ്ടു. നമ്മുടെ ക്ലാസ്സിൽ തലയൊന്നും തൊപ്പിയില്ല. മദ്രസയിൽ പഠിക്കുന്ന ഉപ്പമാരെ നാളികളുടെ ഭയങ്കര തൊപ്പിയും ടവലും തലകെട്ടുവാനും ഭയങ്കര ഉഷാറാണ്. എന്നാൽ ആ ഉപ്പാന്റെ മക്കൾ അടുത്തന്നെ എഴുതിയിട്ടുണ്ട്. ഉപ്പാക്ക് തട്ടയില്ല പറയാൻ തല മറക്കാൻ പാടില്ലാത്ത അവസ്ഥ ഉണ്ട്. നമ്മളിപ്പോ ഹജ്ജിന് പോയ ആളുകൾ ഹജ്ജിന്റെ വിഷയത്തിൽ അതൊക്കെ വരുന്നുണ്ട്. അല്ലെ, ഹജ്ജിന് പോയാൽ തല മറക്കാൻ ഹറാമാണ്, പാടില്ല. പെണ്ണുങ്ങൾക്കോ മുഖമറക്കുന്ന ഹറാമാണ്. ബാക്കിയുള്ള എല്ലാ സ്ഥലങ്ങളിലും തല മറക്കുക എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിന്റെ ഒരു സുന്നത്താണ്. അല്ലെ, ചില ആളുകൾക്ക് ഒരു പ്രശ്നം, നമുക്ക് പ്രശ്നം വെച്ചാൽ ഒരു കുളിച്ചിട്ട് ഒരു 6 മണിക്കൂർ ആകുമ്പോൾ താനെ എങ്ങനെ മറക്കാറോ, നമുക്ക് തന്നെ അതിന്റെ സ്മെല്ല് വരും. ഇനി നമ്മ വെക്കുന്ന ഏതായാലും നമ്മ വെക്കാതെ എന്താ പ്രശ്നം? ഇന്നലെ പറയാൻ നോക്കിയിട്ടുണ്ട്, ഉസ്താന്റെ തട്ടയില്ലാതാ തട്ടാൻ സുന്നത്താണ്. ഈ കോട്ടിന്റെ കൊണ്ട് ഞാൻ പയ്യ വരും തോന്നുന്നു സുന്നത്ത്. അപ്പോ അതില്ലാതെ തന്നെ ആണെങ്കിലും തല നോക്കുന്നു. തലവെട്ട് വെക്കാതെ എന്തായിരിക്കും പ്രശ്നം? അല്ലെ, എന്നാൽ ഇതന്നെ അതേപോലത്തെ തെറ്റല്ലേ നമ്മുടെ മക്കൾ ചെയ്യുന്നത്. അതേപോലത്തെ തെറ്റല്ലേ നമ്മുടെ മക്കൾ ചെയ്യുന്നത്. ഇതിനിടയ്ക്ക് ഞാൻ ഒരു കഴിഞ്ഞ മാസം, അതായത് മെയ് മാസം 6-ാം തീയതി മംഗലാപുരം ഭാഗത്ത് ഒരു കല്യാണത്തിന് 11 മണിക്ക് നിൽക്കാണ്ട് പള്ളിയിൽ വെച്ച് നടക്കാണ്. അപ്പൊ ഞാൻ പോകുമ്പോൾ ഒരു 10:45 ഒരു നട്ടലിലുള്ള ഒരു ചെറുപ്പക്കാരൻ, ഒരു 45 വയസ്സ്, 40-45 വയസ്സാവും. പ്രായമുള്ള പല ആളുകൾ, പള്ളിന്റെ പ്രസിഡന്റ് ഉണ്ട്, സെക്രട്ടറി ഉണ്ട്, പ്രായമുള്ള ആളുകളുണ്ട്. പുതിയാപ്പിടെ പോരും ഇങ്ങനെ. പക്ഷെ ഈ ചെറുപ്പക്കാരൻ സുബ്ഹാനല്ലാഹ് ഓന്റെ പ്രവർത്തനം കണ്ടില്ല. ഞാൻ പറഞ്ഞു ഭയങ്കര ഉഷാറായത്. ആ പുതിയാപ്പിടക്ക് പോണെങ്കിൽ വിളിച്ചപ്പെട്ടാൽ 1 മിനിറ്റോടെ വൈകിയാൽ പിന്നെ പാഠം പഠിപ്പിക്കും. അവരെ പറഞ്ഞിട്ട് കൃത്യം 11 മണിക്ക് ആ പുതിയാപ്പിടനെയും ചങ്ങായിമാരെ പള്ളിയിൽ ഇരുത്തി നിക്കാതാണ്. നമ്മുടെ ജാഫർ സാദിഖ് നിക്കാതെ സന്തോഷമായില്ല. അങ്ങനത്തെ ഒരാള് നാട്ടിലുണ്ടോ എന്ന് ഇല്ല. അതാണ് ഇങ്ങനെ ജുമാ കഴിഞ്ഞ എല്ലാവരും ഇങ്ങനെ പാലിക്കുന്നത്. മറ്റേ പാച്ചലുണ്ട്. ഈ മഴ വന്നിട്ട് അല്ലാത്തപ്പം വെയിലുണ്ട്, ഇടവയ്ക്ക് വിഷയം, ഇത് ഇടവയ്ക്ക് വിഷയം. ശക്തമായ മഴ. പല പള്ളികളിൽ ജുമാ ഇല്ല. പല നാടുകളിൽ വീടിന്റെ ഉള്ളിൽ ഇന്നലെ രാത്രി ആളുകൾ 2 മണി മുതൽ കിടന്നില്ല. കാരണം വീടിന്റെ ഉള്ളിൽ മുഴുവൻ വെള്ളമാണ്. പക്ഷെ നമുക്കൊരു ബോധം, നിങ്ങളുടെ പറഞ്ഞ കാര്യമില്ല. അല്ലെ, പോകുന്ന ആളുകൾ പോയി. പക്ഷെ ചിന്തിക്കാൻ വേണ്ടി പറയാം, നമ്മ ഇതിനെ പ്രതികരിക്കണോ? അല്ല, നല്ലത് കൊണ്ട് ആളുകളോട് പറയണോ? നമ്മ മാത്രം ചെയ്തിട്ട് നമ്മ ഉഷാറായിട്ട് പോരാ. നമ്മ എത്ര ആപം ചെയ്താലും ഏതെങ്കിലും ഒരു കുറ്റവാളി നമ്മുടെ നാട്ടിലുണ്ടായാൽ അയാളെ കൊണ്ട് ചിലപ്പോ ഇവിടെ വെള്ളപ്പൊക്കം ഉണ്ടാവും. അത് ചരിത്രാണ്. നമ്മ പറയാ പഠിച്ചോടെ ആദ്യം നിശ്ചയിച്ചില്ല. എന്താ നീ ഇവിടെ മുസീബത്താക്കി വാങ്ങിയ കാര്യമില്ല. തെറ്റ് ചെയ്യുന്ന ആളുകളുണ്ടായാൽ അവരെ വിലക്കേണ്ടതും ഉപദേശിക്കേണ്ടതും നമ്മുടെ ബാധ്യതയാണ്. അതുകൊണ്ട് എപ്പോഴും നമ്മ ഇങ്ങനെ പറയിപ്പിക്കുമ്പോൾ ആക്കരുത്. അടുത്ത ആളുകൾ ചെറുപ്പക്കാരുടെ പറഞ്ഞുവിട്, മക്കൾ പോകുമ്പോൾ എപ്പോൾ ചീർത്തിവിട്. ഇവിടെ മക്കളെ നമ്മുടെ
ഉപ്പമാർ ചോദിക്കുമ്പോൾ പറയാ അവർക്ക്. അപ്പൊ അത് വളരെ ചിന്തിക്കേണ്ട വിഷയമാണ്, വളരെ ചിന്തിക്കേണ്ട. ഇന്ന് ഇടുന്ന എല്ലാ നാട്ടിന്റെ പ്രശ്നം അതാണ്. നട്ടലില്ലാത്ത ആളുകൾ ഇല്ലാതെ, അതുകൊണ്ടാണ് സർവ്വ പ്രശ്നം. രാത്രി 2 മണിക്ക് താളത്തിന് വരുന്നത്, 3 മണിക്ക് പടാക്കി പൊട്ടിക്കുന്നത്, കുട്ടി അയൽവാസിയുടെ കുട്ടി വളക്കത്തിൽ ഞെടിച്ച് കരഞ്ഞ് പേടിച്ച്, പിന്നെ 2 മാസം കാലം ഓരോ മകനം കഴിഞ്ഞ് ചോദിച്ച് പോയി. പിന്നെ ഈ 2 മാസം ആ കുട്ടിയുടെ മരുന്നിന് വേണ്ടി ഉപ്പമാർ കൊണ്ടുപോവാൻ ഉസ്താമാരടുത്ത് മന്ത്രിക്കാൻ. 3 മണിക്ക് പട്ടാക്കി. ഇത് അനുഭവമാണ്, വെറുതെ പറയുന്നതല്ല, ഉപ്പമാർ പറഞ്ഞതാണ്. സാറ് 2 മാസമായി അന്ന് പൊട്ടിച്ച ആ പട്ടാക്കിന്റെ പേടി കൊണ്ട് ഇന്നും എന്റെ കുട്ടിയുടെ പനി വയ്ക്കുക. ആരാണ് ഉത്തരവാദി? നാട്ടുകാരാണ്, നമ്മളാണ്. അങ്ങനത്തെ ആളുകൾ അപ്പൊ തന്നെ കൈകാര്യം ചെയ്താൽ പിന്നെ നമ്മുടെ നാട്ടിൽ പട്ടാക്കി ഉണ്ടാവും, പിന്നെ നമ്മുടെ നാട്ടിൽ 2 മണിക്ക് താളത്തിന് വരുന്ന പരിപാടി ഉണ്ടാവും. പക്ഷെ നമുക്കില്ല. അതാണ് നമ്മൾ ഉഷാറില്ല. അതാണ് എല്ലാ പ്രശ്നത്തിന്റെ കാര്യം. അതാണ് നമുക്ക് ഈ മതം എല്ലാവരോട് പറയാം. ഇങ്ങനത്തെ എല്ലാം ആറ് വെള്ളത്തിൽ മുന്നിൽ വേരാറാകുമ്പോ ഒരു ചുമ അല്ലെ ഏറ്റവും വലിയ നല്ല ദിവസം. 2 പെരുന്നാളിനെക്കാളും അഫ്ളലായ ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം. 2 പെരുന്നാളിനെക്കാളും അഫ്ളലായ ദിവസം. എന്റെ ആ ദിവസത്തിൽ യാപത്തിലുള്ളതാണ്. അപ്പൊ എല്ലാരും കൂടിയിട്ട് നിസ്കാരം കഴിഞ്ഞ് ഭക്ഷോനെ മുസീബത്ത് ദൂരത്താക്കണേ, രോഗങ്ങളെ മാറ്റണേ, അപകടങ്ങൾ ഇല്ലായ്മ ചെയ്യണേ എന്ന് പറഞ്ഞ് ദ്വാരക്കുമ്പോ അതിനൊരു ആമീതല്ലാൽ നമ്മുടെ നാവ് പൊതുന്നില്ലെങ്കിൽ, അതിന് ഇരുന്നു കൊടുക്കാൻ നമ്മുടെ ചന്തിക്ക് പവനില്ലെങ്കിൽ അള്ളാന്റെ അടുത്ത് സാക്ഷി പറയേണ്ടി വരും. അള്ള വരുന്നോടൂല, അള്ള വരുന്നോടൂല. അള്ളാഹ് നമുക്ക് സലാമത്ത് നൽകട്ടെ. എന്തെല്ലാം ആയിവിടെ ഇതൊക്കെ മുസീബത്തായി. കൊറോണയ്ക്ക് മുമ്പ് ഇതുപോലെ ഒരു അവസ്ഥയാണ് ആദ്യം വന്ന ഇവിടെ. വെള്ളപ്പൊക്കായാലും അത് കഴിഞ്ഞിട്ട് കുറച്ചാകുമ്പോഴാണ് പിന്നെ കൊറോണ വന്നത്. ഇപ്പോ രണ്ടാമത് കേൾക്കുന്ന കൊറോണ വന്നിട്ടുണ്ട് അല്ലെ, ആളുകളുടെ കൊറോണയുടെ ലക്ഷണങ്ങൾ വരുന്നുണ്ട് എന്ന് കേൾക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് ബോധം, നമുക്ക് ചിന്തയില്ലാത്തതാണ്. ഏതോട്ടമ്മ നമുക്ക് ആദ്യമാർ അവിടെ നടത്തുന്ന ആ പ്രാർത്ഥനയുടെ ഫലം കൊണ്ട് നമ്മുടെ നാടിനുണ്ടാകും സലാമത്തും സന്തോഷവും നൽകുമാറാകട്ടെ. വലിയ പ്രതിഫലമുള്ള അമലാണ് ഹജ്ജ് എന്ന് പറഞ്ഞത്. ചെയ്യണം, അതിനുവേണ്ടി ഒരുങ്ങണം. ഇപ്പൊ കഴിഞ്ഞ ആഴ്ച ഒരു ചെറുപ്പക്കാരൻ പ്ലേറ്റ് മുടങ്ങി 2ാമത് വന്ന് ബാക്കിയായി ഓരോ വിഷയമാണ് ഇങ്ങനെ അല്ലെ. എന്താ തവക്കുല്, അല്ല എന്നെ വിടൂല, എന്നെ കൊണ്ടുപോകുമെന്ന നീയത്തോടെ ഇരുന്നു അല്ലെ. ബസ് റിക്ഷ എന്നല്ല, റിക്ഷാക്കം പറയാം. ആളെ കേടായിട്ട് വന്നു, ഫ്ലൈറ്റ് പോയി വന്ന് എന്നിട്ട് ഓനെ കൊണ്ടുപോയി. എന്താ തവക്കുല? നമ്മുടെ ഉള്ളിൽ നീയത്തുണ്ടായ അല്ല നമുക്ക് അതിന്റെ വഴി ഒരുക്കി തരും. പൈസ വേണമെന്നില്ല, പൈസ അല്ലാതെ അതിന്റെ കാര്യങ്ങൾ എളുപ്പാക്കി തരും. അങ്ങനെ ഉദാഹരണം പണിയെടുക്കുമ്പോ പള്ളി വൃത്തിയാക്കുന്ന ഒരു ബാവക്ക എന്ന് പറയുന്ന ഒരു മനുഷ്യണ്ട്. പള്ളിന്റെ പണി ചെറിയ അന്നത്തെ 6,000 സംഭവം. അയാളെപ്പോഴും പറയും വായിക്കണം, ഉംറക്ക് പോകണം, ഹജ്ജിന് പോകണം, ഉംറക്ക് പോകണം, ഹജ്ജിന് പോലെ പൈസ വേണ്ട. ഏതായാലും കാമ കാണാനോ പോയി. അപ്പൊ അവനെ ദ്വാരക്കണോ അഹങ്ങനെ മാഷാ അല്ലാഹ് എന്തൊരു ഭാഗ്യവാനറിയും. ആ നാട്ടിൽ വലിയ വലിയ പൈസക്കാർ അതിനുവേണ്ടി പൈസ എന്താണ് വെച്ച ആളുകൾക്ക് പോലും ഭാഗ്യം കിട്ടാത്ത ആൾക്കാരുണ്ട്. അവിടെ നാട്ടിലുണ്ടാവും, പൈസ എടുത്ത് വെച്ചിട്ടില്ല. ഇക്കാലിക്കൊല്ലോ അവിടെ നാട്ടിലൊരു 8 ലക്ഷം രൂപ പൈസ അടച്ച് എന്നിട്ട് അവസരം കിട്ടിയില്ല. പ്രൈവറ്റിലാണ്. അള്ളാന്റെ വിളി പറഞ്ഞല്ല, അള്ളാന്റെ വിളി തൗഫീഖാണ്. അപ്പോ ആ മനുഷ്യരാകല്ലോ സുബ്ഹാനല്ലാഹ് നല്ല ആത്തോടെ ഹജ്ജിന് പോയി. അപ്പൊ 45,000 പറഞ്ഞിട്ടുണ്ടായി ഹജ്ജിന്. ഉംറക്കുവാൻ നല്ല ആത്തോട് കൂടി ഹജ്ജിനെ ഉംറക്കല്ല പോയിട്ട് വന്ന് ഭയങ്കര ഹാപ്പിയാണ്. അയാൾ പോയിട്ട് വന്നിട്ട് പറയുന്നറിയാം, ഒരേ മദീനത്തെ വിഷയം, മദീനത്തെ ആ നാടും മദീനത്തെ ആ പവറും മദീനത്തെ ആ ഒരു സൗന്ദര്യവും ഇതൊക്കെ മക്കത്തെ വെച്ച് ഭയങ്കര കുറവാണ്. മദീനത്ത് പോകണതാണ്, ഇനി പോണോ. അങ്ങനെ അയാൾ വിധിയുണ്ടോ വന്നിട്ട് 40ാമത്തെ ദിവസം അയാൾ അട്ടക്കായിട്ട് മരിച്ചു. പോയിട്ട് വന്നിട്ട് 40ാമത്തെ ദിവസം ആകുമ്പോ അയാൾ മരിച്ചു, അട്ടക്കയച്ചു. ഇതൊരു ഭാഗ്യമാണ്. എന്ന നീയത്താണ്. നമ്മുടെ ഉള്ളിൽ നീയത്തുണ്ടായാൽ അതിന്റെ വഴി അള്ളാഹു തുറന്നു തരുന്നതാണ്. പക്ഷെ നമുക്ക് നീയത്തില്ല. എന്തിനു പൈസ ഇഷ്ടംപോലെ ഇപ്പൊ ഉദയത്തിന്റെ കാര്യം തയ്യാറാണല്ലോ. ചെറിയ പൈസ ഉണ്ട്. അവിടെ ദുനിയാവിൽ എത്ര ആയിരങ്ങൾ കൊടുത്തിട്ട് പട്ടി വാങ്ങുന്നുണ്ട്, ലക്ഷങ്ങൾ കൊടുത്ത് കാർ വാങ്ങുന്നുണ്ട് അല്ലെ. എന്താ സൗകര്യം. റസൂൽ പറഞ്ഞു, ഉദയത്ത് എന്ന് പറഞ്ഞാൽ ആഖിറത്തിൽ നിങ്ങളുടെ വാഹനങ്ങളാണ്. ആഖിറത്തിൽ വാഹനം ഉണ്ടാക്കാൻ ആരെങ്കിലും തയ്യാറായിട്ടുണ്ടോ? ഒരു 10,000 കൊടുത്തു കൊല വേണ്ട, ലക്ഷങ്ങളെന്ന് വേണ്ട. ഉദയത്തിന് ചെറിയ പൈസ അല്ലെ. ഒരു മുറിയിൽ 4-5 കൂടി കൊടുക്കുന്നുണ്ടെങ്കിൽ, നല്ല ഉഷാറായ മുറിയാണെങ്കിൽ 5 ആളാണെങ്കിൽ ഒരു 10,000 രൂപ
ആഖിറത്തിന്റെ വലിയ മുന്തിയ വാഹനം. അത് നായോട്ട് വാഹനമൊന്നുമല്ല, നമ്മുടെ സുഖിയുടെയോ ഭയങ്കരപ്പെട്ടൊന്നുമല്ല. സുഹൃത്ത് പറഞ്ഞത് അതിന്റെ രോമങ്ങൾ സ്വർണ്ണങ്ങളായിരിക്കും, അതിന്റെ കണ്ണുകൾ യാക്കൂത്തായിരിക്കും, അതിന്റെ കൊമ്പുകൾ അത് തങ്കമായിരിക്കും. സുബ്ഹാനല്ലാഹ്, അങ്ങനെയുള്ള ഒരു വാഹനമായി ഖബറിൽ നിന്ന് എണിച്ചിരിക്കുമ്പോ നമ്മുടെ മുന്നിൽ ഉദ്ഹിയ്യത്ത് മൃഗങ്ങൾ വന്നിക്കുന്ന. പക്ഷെ ആർക്ക് വേണോ? നമുക്കത് വീട് കിട്ടുന്ന പൈസ മാത്രം. വീട് 500 ഉണ്ടാ പറയിച്ചാതെ, വീട് 1000 ഉണ്ടാ പറയും. ഞമ്മൊരു ജമാഅത്തിന് വരുന്ന ആളുകൾക്ക് ഇവിടെ മുട്ട കഴിച്ച് ചായ കൊടുക്കുന്നുണ്ടാ? ആ അതോ ഞാനുണ്ട് ഇല്ലേ? നഗര പദ്ധതി ഉണ്ടാക്കി മക്കളെ വരാൻ വേണ്ടി സൈക്കിൾ കൊടുക്കുന്നത് നല്ല തന്നെ. പക്ഷെ നിസ്കാരം സൈക്കിളിന് വേണ്ടിയിട്ടാവും. സൈക്കിൾ 6 മാസം ഇടവിടാതെ, 4 മാസം ഇടവിടാതെ നിസ്കാരത്തിന് പങ്കെടുത്ത മക്കൾക്ക് ഒരു സൈക്കിൾ. നമ്മുടെ വണ്ടിയോട് വാർത്തകളുണ്ടായി. സുബഹിസ്കാരത്തിൽ വന്ന ആളുകൾ മുഴുവൻ മുട്ട വെച്ചിട്ട് മുട്ടയും കട്ടൻ ചായ. ഭയങ്കര ആളാണ് നന്ദി പറഞ്ഞു, ഭയങ്കര അവസരം. പിന്നെ വച്ചപ്പോ ആളും പോയി. മുട്ട സ്റ്റോപ്പായി, കട്ടൻ ചായ സ്റ്റോപ്പായി. പിന്നെ ആള് ഈ ദിവസം ആഴ്ചക്ക് ഒരു കാലം തുടങ്ങി. വെള്ളിയാഴ്ച ദിവസം ഞായറാഴ്ച അന്ന് ഭയങ്കര ആള് കൊണ്ടു തുടങ്ങി. ഇപ്പൊ തീരെയില്ല ഓരോ പുസ്തകം. അപ്പൊ അങ്ങനെ ദുനിയാവിന്റെ അതിലെല്ലാം ഉണ്ട്. ആഖിറത്തിൽ എന്തുവാകണം? റസൂൽ പറഞ്ഞാൽ നമുക്ക് അംഗീകാരമുണ്ടോ? നമ്മുടെ മനസ്സിന് ഈമാനുണ്ടോ? അപ്പൊ അതാണ് അത്. അതിന് വേണ്ടി നമ്മ ഒരുങ്ങണം. പൈസ കുറച്ച് ആക്കിയിട്ട് അതിന് വേണ്ടിയിട്ട് നമ്മ തയ്യാറായാൽ അതിന്റെ വഴി അമ്മ ഒരുക്കി തരും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഒരുപാട് ആളുകൾ ചെയ്തവർ ചെയ്തവരൊക്കെ ഉണ്ട്. അള്ളാഹു അത് കബൂലാക്കുമാറാകട്ടെ. അപ്പോ നിങ്ങൾ വലിയ ഭാഗ്യം, ചെറിയ ഭാഗ്യം പറഞ്ഞു. ഹജ്ജ് എന്ന് പറഞ്ഞാൽ, ഉംറ എന്ന് പറഞ്ഞാൽ അത് ഖലീലുല്ലാഹി ഇബ്രാഹിം, സബീഹുല്ലാഹി ഇസ്മാഈൽ അലൈഹിസ്സലാത്തു വസ്സലാം അവരുടെ സ്മരണയാണ്. അവിടെ നടക്കുന്ന ഓരോ പ്രവർത്തനങ്ങളും അത് അള്ളാഹുവിന്റെ ഹിക്മത്താണ്. തവാഫ് എന്ന് പറയുന്നത്, തവാഫ് ഇത് അള്ളാഹുവിന്റെ സുജൂദ് ചെയ്യുന്ന സ്ഥലങ്ങൾ. ഈ പള്ളിന്റെ ചുറ്റിങ്ങനെ നടന്ന തവാഫാവില്ല. ഇതിനൊക്കെ ഇറാനിന് തോന്നുന്നു അവിടുത്തെ ആളുകൾക്ക് പിന്നെ സൗദിയിലേക്കുള്ള പ്രവേശനം നിരോധിച്ചപ്പോ അവരുടെ നാട്ടിൽ തന്നെ ഒരു കാബൻ ഉണ്ടാക്കി. 5 വർഷം നാട്ടിൽ തന്നെ ഇറാൻ ഷിയാക്കളാണ്. അവരുടെ നാട്ടിൽ തന്നെ കാബയേക്കാൾ ഉഷാറായ ഒരു കാബ. അതിലിങ്ങനെ 5 ആ ദിവസത്തിൽ ഇതുപോലെ തുണിയിലിട്ട് ഇങ്ങനെ വരാം. ഇങ്ങനത്തെ കിട്ടോ? ആ സ്ഥലത്തിന് വേണ്ടിയിട്ട് മാത്രം അള്ളാഹു കൊടുത്ത ഒരു പവറാണ്. അത് 7 പ്രാവശ്യം ചുറ്റിയാലേ തവാഫാവുള്ളൂ. 6 ആയാലും ആവൂല, 8 ആയാലും ആവൂല. അല്ല അള്ളാഹുവിന്റെ ഹിക്മത്താണ്. അല്ലെ, ആകാശം 7, ഭൂമി 7, ദിവസങ്ങൾ 7. അപ്പൊ അതിനകത്ത് ഇങ്ങനെ ഒരു പദ്ധതിയാണ്. സഭാമർവ 7 പ്രാവശ്യം, അങ്ങോട്ട് ഇങ്ങോട്ട് 7 തവണ. കാരണം ബാക്കിയുള്ള വിഷയത്തെ എല്ലാം നോക്കി ഇസ്ലാം വലത്ത് ചിന്തിക്കാനാണ് പറയുന്നത്. കാബയുടെ തവണ ചെയ്യുകയോ ഇവിടെ ഇടത്തെ ഭാഗമാണ് കാബ്. അല്ലെ, ഇടത് ഭാഗം കാബയാക്കി ഇങ്ങനെ നടക്കാം. അതെന്താ നമ്മ വലത്തെ ഇങ്ങനെ ഉൾട്ട നടന്നാല് നവാബാവൂല. അള്ളാന്റെ ഹിക്മത്താണ്. ഞാൻ പറഞ്ഞില്ലേ, എല്ലാ സ്ഥലത്തിലും തലമറക്കൽ സുന്നത്താണ്, അവിടെയോ ഹറാമാണ്. അത്തർ നല്ല സുന്നത്താണ്, റസൂലുള്ളാഹിന്റെ വലിയ സുന്നത്താണ്. എന്നാൽ ഇഹ്റാം കെട്ടിട്ട് അത്തരത്തേക്കാളോ പാടില്ല. അതിന്റെ അത് അള്ളാന്റെ ഹിക്മത്താണ്. പെണ്ണുങ്ങളിപ്പോ ഞമ്മടെ പുറക്കാർത്തിയായ പെണ്ണുങ്ങൾ ഞമ്മടെ മക്കളുള്ളിൽ തന്നെ ഒരു അന്യ പുരുഷൻ വന്നാൽ മുഖം കാണിക്കാൻ പാടില്ല. കണ്ടാൽ ആര് കാണും? ഒരാള് കാണും. അല്ലെ, മുഖം കാണിക്കുന്ന ഹറാമാണ്. മക്കളോ ജാമിടണോ? എന്നാലോ കബയുടെ അടുത്ത് എല്ലാ നാട്ടുകാരുണ്ട്, എല്ലാ സ്ഥലത്തിലും വരുന്ന ആളുകളുണ്ട്. പക്ഷേ ആര് പെണ്ണുങ്ങളോട് അന്ന് പറഞ്ഞത് മുഖം തുറക്കണോ? മുഖം തുറക്കണം, മുഖം തുറക്കാൻ വേണ്ട. പെണ്ണുങ്ങൾ ചോദ്യം ചെയ്യാൻ പാടുണ്ടോ? ഇല്ല. എന്നാൽ അത് ഹിക്മത്തും മിനല്ലാഹ്, അള്ളാഹുവിന്റെ ഹിക്മത്താണ്. അവിടെ നടക്കുന്ന ഓരോ പ്രവർത്തനങ്ങളും ഓരോ കാര്യങ്ങളും അള്ളാഹുവിന്റെ ഹിക്മത്തുകളാണ്. അത് പറഞ്ഞിട്ടല്ല, ഹജ്ജിന്റെ ഉംറന്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടല്ല, അത് പോയിട്ട് അവിടെ ആസ്വദിക്കുമ്പോഴാണ് അതിന്റെ വലിയ സന്തോഷം കിട്ടുക. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്ക് ധാരാളമായി ഹജ്ജിന്റെ കാര്യങ്ങൾ പഠിക്കാനും ആ സ്ഥലത്തിൽ എത്തിപ്പെടാനും പഠിച്ചോനെ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഈ കൊല്ലം ഹജ്ജിന് വേണ്ടി പോയ ആളുകളുണ്ട്. അല്ലാഹ് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ റാഹത്തോടെ എല്ലാ അമലുകളും ചെയ്യാൻ അവർക്ക് നീ പരിപൂർണ്ണ ആഫിയത്ത് നൽകണേ അല്ലാഹ്, ആരോഗ്യം നൽകണേ അല്ലാഹ്. അവരുടെ ദുആയിൽ സാധുക്കളായ നമ്മെ ഉൾപ്പെടുത്തണേ. അവർക്ക് റബ്ബേ ഹജ്ജിന് വേണ്ടി പോയ ഉംറ ചെയ്തു വന്ന ഒരുപാട് ഹാജിമാർ
നമ്മുടെ സദസ്സിലുണ്ട്, നമ്മുടെ നാട്ടിലുണ്ട്, ആണുങ്ങളിലും പെണ്ണുങ്ങളിലും പലരുമുണ്ട്. ചെയ്ത അവരും സ്വർഗം കിട്ടാൻ കാരണമാകുന്ന അമലായി നീ ഏറ്റെടുക്കണേ അല്ലാഹ്. ചെയ്യാത്ത ആളുകൾക്ക് ആരോഗ്യമുള്ള സമയത്ത് മരണത്തിന് മുമ്പ് ചെയ്യാനുള്ള എല്ലാ വഴികളും നീ തുറന്നു കൊടുക്കണേ അല്ലാഹ്. മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആമീൻ. ഇലാ ഹബീബി